നിങ്ങൾക്കറിയാമോ 2026 എന്നത് വെറുമൊരു സാധാരണ വർഷമല്ല. ബൈബിൾ പ്രവചനങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായൊരു സമയപരിധിയിലേക്കാണ് നാം കടക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അനേകം പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയ ആ വലിയ മാറ്റങ്ങളുടെ തുടക്കം 2026 സംഭവിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വർഷം ഇത്രയധികം ഭയപ്പെടുത്തുന്നതും എന്നാൽ കൗതുകമുണർത്തുന്നതുമാകുന്നത്? നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരം മുതൽ എതിർ ക്രിസ്തുവിൻ്റെ ഉദയം വരെ, കൂടാതെ പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളുമെല്ലാം ഒരേ ബിന്ദുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. 2026 ആകുമ്പോഴേക്കും AI മനുഷ്യന്റെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് വളരുമെന്ന് ശാസ്ത്രജ്ഞർ തന്നെ ഭയപ്പെടുന്നു. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് എതിർ ക്രിസ്തുവിൻ്റെ ഉദയത്തെക്കുറിച്ചാണ്. ലോകം ഇന്നൊരു ആഗോള നേതാവിനായി ദാഹിക്കുകയാണ്. സാമ്പത്തിക തകർച്ചകളും യുദ്ധങ്ങളും പകർച്ചവ്യാധികളും കൊണ്ട് വലയുന്ന ജനതയ്ക്ക് സമാധാനം വാഗ്ദാനം ചെയ്യുന്ന ഒരാൾ കടന്നുവരും. ബൈബിൾ പറയുന്നത് പോലെ അവൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി വന്ന് ഒടുവിൽ ലോകത്തെ വഞ്ചിക്കും. 2026 ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ഉടമ്പടി അല്ലെങ്കിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കോ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുവരുന്ന ഈ വ്യക്തിയെ ലോകം ആദ്യം ആരാധിക്കും. എന്നാൽ അത് നാശത്തിലേക്കുള്ള വഴിയായിരിക്കും. യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മത്തായി 24 അധ്യായത്തിൽ യേശു പറഞ്ഞത്, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കുമെന്നാണ്. ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിലും ഇസ്രയേലും ചുറ്റുമുള്ള രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങൾ കേവലം പ്രാദേശികമല്ല. ഇത് ഗോഗ് മാഗോഗ് യുദ്ധത്തിലേക്ക് നയിക്കാനിടയുള്ള നീക്കങ്ങളാണ്. 2026 മധ്യപൂർവേഷ്യയിൽ ഇറാനിൻ്റെയും ഇസ്രയേലിൻ്റെയും നീക്കങ്ങൾ അതീവ നിർണായകമാകും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വടക്കു നിന്നുള്ള സൈന്യം ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന കാലം വിദൂരമല്ല. ഇനി കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് നോക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ വെറും യാദൃശ്ചികമല്ല, അവ ഈട്ടുനോവുകൾ പോലെയാണെന്ന് ബൈബിൾ പറയുന്നു. പ്രസവവേദന അടുക്കുംതോറും നോവിൻ്റെ കാഠിന്യവും ഇടവേളയും കുറയുന്നതുപോലെ 2026 ഭൂകമ്പങ്ങളുടെയും വെള്ളപ്പൊക്കങ്ങളുടെയും കൊടും വരൾച്ചയുടെയും തോത് വർദ്ധിക്കും. ശാസ്ത്രം ഇതിനെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വിളിക്കുമ്പോൾ ബൈബിൾ ഇതിനെ ദൈവകോപത്തിൻ്റെ അടയാളങ്ങളായി കാണുന്നു. സാമ്പത്തിക രംഗത്തും 2026 വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഡിജിറ്റൽ കറൻസികളുടെയും ക്യാഷ്ലെസ് എക്കോണമിയുടെയും കടന്നുവരവ് മൃഗത്തിൻ്റെ അടയാളം അഥവാ 666 നടപ്പിലാക്കാൻ എളുപ്പമാകും. കയ്യിലോ നെറ്റിയിലോ അടയാളമില്ലാത്തവർക്ക് ക്രയവിക്രയം അസാധ്യമാകുന്നൊരു കാലത്തെക്കുറിച്ച് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന ചിപ്പ് സംവിധാനങ്ങളും ബയോമെട്രിക് ഐഡന്റിറ്റികളും ഇതിലേക്കുള്ള ചുവടുവെപ്പുകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2026 ആഗോളതലത്തിൽ ഒരൊറ്റ സാമ്പത്തിക നിയന്ത്രണ സംവിധാനം വന്നേക്കാം. സഭയുടെ ഉൽപ്രാപണം അഥവാ റാപ്ചർ എപ്പോൾ സംഭവിക്കുമെന്നത് ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. മഹോപദ്രവകാലത്തിന് മുൻപ് വിശ്വാസികൾ എടുക്കപ്പെടും എന്ന് ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നു. 2026 മഹോപദ്രവകാലത്തിൻ്റെ തുടക്കമാണെങ്കിൽ അതിന് തൊട്ടുമുൻപോ അല്ലെങ്കിൽ ആ വർഷത്തിലോ സഭ എടുക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇതിനായി ഒരുങ്ങിയിരിക്കേണ്ട സമയമാണിത്. മണവാളൻ വരാൻ താമസിക്കുന്നു എന്ന് കരുതി ഉറങ്ങിപ്പോകുന്ന കന്യകമാരെ പോലെ ആകാതെ എണ്ണ കരുതിയ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നാം ജാഗരൂകരായിരിക്കണം. ആത്മീയ വഞ്ചനയാണ് മറ്റൊരു വലിയ അടയാളം. അനേകർ വിശ്വാസം ത്യജിക്കുകയും കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുകയും ചെയ്യും. 2026 സത്യവിശ്വാസത്തിൽ നിന്ന് ജനം അകന്നുപോകുകയും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. സത്യത്തെ സ്നേഹിക്കാത്തതുകൊണ്ട് ദൈവം അവർക്ക് ഭോഷ് കയക്കുമെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് നാം കേൾക്കുന്ന വചനങ്ങളും ഉപദേശങ്ങളും ബൈബിളിനോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൃഷിയെ ബാധിക്കുമ്പോൾ 2026 ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരാനും പട്ടിണി മരണങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ ഭക്ഷ്യവിതരണ ശൃംഖലകൾ തകരാറിലാകുന്നത് നാം ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് 2026 ഭയത്തോടെയല്ല, മറിച്ച് ജാഗരൂകത്തോടെയാണ് നാം കാണേണ്ടത്. ഈ വർഷം എന്ത് സംഭവിച്ചാലും നമ്മുടെ സുരക്ഷിതത്വം ക്രിസ്തുവിലാണ്. ലോകം മുഴുവൻ ഇളകിയാലും പാറമേൽ അടിസ്ഥാനമുള്ള വീട് പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ബൈബിൾ പ്രവചനങ്ങൾ നമ്മളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഒരുക്കാനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമേ വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ഇനി നാം ചെയ്യേണ്ടതെന്താണ്? ദൈവവുമായുള്ള ബന്ധം പുതുക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. കാരണം സമയം വളരെ ചുരുക്കമാണ്. 2026 ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളുടെ വർഷമായിരിക്കാം. നിങ്ങൾ തയ്യാറാണോ? ഇന്നും യേശുവിൻ്റെ കൃപയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അതടയുന്നതിന് മുൻപ് പ്രവേശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു മുന്നറിയിപ്പും ഒപ്പം ഒരു ഓർമ്മപ്പെടുത്തലുമാകട്ടെ. പ്രവചനങ്ങൾ നിറവേറുന്നത് നമ്മുടെ കൺമുൻപിലാണ്. ഇനിയുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ദൈവവചനത്തിൽ ധ്യാനിച്ചും പ്രാർത്ഥനയിൽ ഉണർന്നുമിരിക്കുക. കർത്താവായ യേശു വേഗം വരുന്നു. ആമേൻ.